അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഇബാദില്ലാഹി സ്വാലിഹീൻ. മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ 12 മാസങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഫിഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഒരു മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ, ഇസ്ലാമിക സമൂഹം മുഹറം മാസത്തിന് ആ ഒരു പവിത്രത കൽപ്പിക്കുന്നുണ്ട്. വിശേഷിച്ച് അതിലെ 9, 10 തീയതികൾ, ആ ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ആ ദിവസങ്ങളെ അതിൻ്റെ പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ട് അതിനെ മനസ്സിലാക്കുന്നുണ്ട്. റമദാൻ മാസം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച സുന്നത്ത് നോമ്പ് എന്നത് മുഹറം 10 സുന്നത്ത് നോമ്പായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ പല പ്രധാന സംഭവങ്ങൾ നടന്ന മാസമാണ് മുഹറം മാസം. ഈ മാസത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള പല പ്രവാചകന്മാരുടെയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നടന്ന ഒരു മാസം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം. നമുക്കറിയാം ആ ചരിത്രം. അവിടെ ചെങ്കടലിൽ പിളർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ രക്ഷപ്പെടുത്തി, ശത്രുക്കളെ ആ കടലിൽ മുക്കിക്കൊന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിൽ ഒന്നായ ഹിജ്റ, അതിൻ്റെ തീരുമാനമെടുക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറാകുകയും ചെയ്ത മാസം എന്ന നിലയിലാണ് മുഹറത്തെ കണക്കാക്കുന്നത്. ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. എന്നാൽ ഇന്ന് ലോകത്ത് മുഹറം എന്നത് അറിയപ്പെടുന്നത് കൂടുതലായും കർബലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം സംഭവിച്ച ഒരു ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന കറുത്ത അധ്യായമായ ഒരു സംഭവമാണ് കർബല എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കർബല എന്നത്. ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം മുആവിയ അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തിന് ശേഷം മകൻ യസീദാണ് അധികാരത്തിലേക്ക് വരുന്നത്. ആ യസീദിൻ്റെ ഭരണത്തിൽ വിയോജിപ്പുള്ള കുറച്ചാളുകൾ, കൂഫയിൽ മറ്റുമുള്ള ആളുകൾ നിരന്തരമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തയക്കുകയാണ്. താങ്കളാണ് ഞങ്ങളുടെ ഭരണാധികാരി ആവേണ്ടത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ അടുത്ത ഭരണം താങ്കൾക്കാണ് ലഭിക്കേണ്ടത് എന്ന അർത്ഥത്തിലൊക്കെ കത്തുകൾ അദ്ദേഹത്തിന് നിരന്തരമായി വരുന്നു. അധികാരം ഏറ്റെടുക്കുവാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നു. സർവ്വ പിന്തുണയും ഞങ്ങൾ നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. 100ഓളം ആളുകളെ കൂട്ടിക്കൊണ്ട്, കുടുംബത്തിലുള്ള ആളുകളെ ചേർത്തുകൊണ്ടാണ് ആ സംഘം പോകുന്നത്. യസീദിൻ്റെ ഗവർണറായ ഇബ്നു സിയാദ് ഒരു സൈന്യവുമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും തടയുന്നതിന് വേണ്ടി അവിടെ നിലയുറപ്പിച്ചിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം തൻ്റെ കൂടെ ചേർന്ന ആളുകളുമായി പുറപ്പെടുകയാണ്. അങ്ങനെ കർബലയിലെത്തുമ്പോൾ ആ സൈന്യം അവരെ തടയുന്നു. ആ ചെറു സംഘം, അവർ കൂടെയുണ്ടായിരുന്ന പല ആളുകളും പിന്തിരിഞ്ഞു ഓടുന്നു. ചെറിയൊരു സംഘം മാത്രമായി അവർ അവശേഷിക്കുകയാണ്. അവരെ ആ സൈന്യം അതിക്രൂരമായി നേരിടുകയാണ്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആ സൈന്യത്തെ അവർ കൊന്നുകളയുന്നു. കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവശേഷിച്ചത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അവർ അതിക്രൂരമായി കൊന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആ സൈന്യം കൊല്ലുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ തല മുറിച്ചെടുത്തുകൊണ്ട് കുന്തത്തിന്മേൽ കുത്തി യസീദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ഒരു സംഭവമായി കർബല മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പേരക്കുട്ടിയെയാണ് വധിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളെ, ഭൂരിപക്ഷം ആളുകളെയാണ് വധിച്ചിരിക്കുന്നത്, അറുകൊല ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള വലിയ പ്രയാസത്തിലേക്ക് മുസ്ലിം ലോകം അതിനെ കണക്കാക്കുന്നു. അതേസമയത്ത് ഈ സംഭവത്തെ പിന്നീട് അലി റളിയല്ലാഹുവിൻ്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെട്ട ആളുകൾ, ഷിയാത്തു അലി, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിനെ ഒരു രാഷ്ട്രീയ ടൂളായി, അല്ലെങ്കിൽ ആ സഹതാപത്തിൽ നിന്ന് അവരുടെ സംഘത്തെ വളർത്തുവാനുള്ള ആ വിഭാഗത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ
ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഈ ഷഹാദത്തിനെ, ഈ കർബല സംഭവത്തെ ഷിയ വിഭാഗം ഇങ്ങനെ കൊണ്ടാടുമ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ ഷഹാദത്തിനെ, അതായത് ഖവാരിജികളാൽ കൊല്ലപ്പെട്ട ആളാണ് അലി റളിയല്ലാഹു, ആ ഷഹാദത്തിനെ ഇത്രക്ക് ആഘോഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറില്ല. രക്തസാക്ഷിത്വം എന്നത് ഒരു ടൂളായി, ഒരു വളർച്ചയുടെ ടൂളായി ഉപയോഗിക്കുന്നതായി എക്കാലത്തും നമുക്ക് കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇവരിതിനെ ഉപയോഗിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ മുഹറം മാസം എന്നത് കർബല എന്ന ദാരുണമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച മാസം എന്ന നിലയിലും, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഒരുപാട് സംഭവ വികാസങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ച ഒരു മാസം, ഒരു ചരിത്രപ്രധാനമായ മാസം, ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞ ഒരു മാസം എന്ന നിലയിലും മുഹറത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു മുഹറം, ഒരു കർബല സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ മുഹറത്തിൻ്റെ പരിശുദ്ധിയെ മനസ്സിലാക്കുവാൻ, അതോടൊപ്പം തന്നെ ഈ കർബല സംഭവം അതിനെ ദുരാചാര അല്ലെങ്കിൽ അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ഒരിക്കലും അതൊരു ദുഃഖാചരണത്തിൻ്റെ ഒരു മാസമായിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് അനിസ്ലാമികമായ രീതികളെ പിന്തുടർക്കുന്നതിന് പകരമായിക്കൊണ്ട് അതിനെ ഓർക്കുവാനും ആ സംഭവത്തിൽ നിന്ന് എന്താണോ മുസ്ലിം സമൂഹത്തിന് ലഭിക്കേണ്ട പാഠങ്ങൾ, ആ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമാണ് നാം ശ്രമിക്കേണ്ടത് എന്നതാണ് ഈ വേള സൂചിപ്പിക്കുവാനുള്ളത്. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.